ഹായ്. അപ്പം ഇന്ന് കുറച്ച് മരക്കമ്പ് തൈ നടണം. ഒരു വീഡിയോ കണ്ടുപോലെ ഞാൻ ചെയ്യാൻ പോണത്. ഒരു വീഡിയോയിലേ ഞാൻ കണ്ട് വിൽക്കുന്ന നല്ലത് തന്നെ. ആ മരക്കമ്പ് വെട്ടിയിട്ട് റൗണ്ട് ചെയ്ത് വിൽക്കും. റൗണ്ട് ചെയ്ത് വെച്ചിട്ട് അത് വിൽക്കും. ആ വീഡിയോ നല്ല കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട്. ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ മേലെന്നും അതിൻ്റെ വേരിറങ്ങും, അടിയിൽ നിന്നും വേരിറങ്ങും. നല്ലൊരു വീഡിയോ ഞാൻ കണ്ട്. അപ്പം ഇന്ന് അത് കണക്ക് വിൽക്കാൻ പോയി മരക്കമ്പ് കണ്ടറിയാം. നല്ലൊരു മരക്കമ്പ് കമ്പല്ല, മരക്കമ്പ് കമ്പെടുക്കണം. നല്ല തൈ വെച്ചിട്ട് ഇതെടുക്കാം. 6 മൂട വെച്ചിട്ടുള്ളൂ. രാവിലെ ഇനി വെട്ടണം. വീട്ടിൽ കൂടെ കൊണ്ട് വയ്ക്കണം. കേട്ടോ, കൊള്ളാം കേട്ടോ. റൗണ്ട് ചെയ്ത് വെച്ചിട്ട് അത് പറഞ്ഞ സത്യം തന്നെ. അതിൽ നിന്നും വേരിറങ്ങും, താഴെ നിന്നും വേരിറങ്ങും. കിട്ടിയാൽ നമുക്ക് 2 ദിവസം കൂടെ അധികം കൂടെ എടുക്കാമല്ലേ. കിഴങ്ങ് വന്നാലേ നോക്കാം നമുക്ക് ഇങ്ങനെയാണ്. ഒട്ടത്തി ഇവിടെ ഉണ്ട്. ഒട്ടത്തി ആയുധങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ടൊന്ന് നോക്കാം കേട്ടോ. എങ്ങനെയൊന്ന് നോക്കാം. സ്ഥാപിക്കണം എവിടെയെങ്കിലും. ഇവിടെ വെച്ച് എടുക്കണം. വെച്ച് ഇവിടെ അടക്കം ചെയ്യണം. ക്യാമറ സ്ഥാപിക്കുന്ന സ്ഥലമില്ല. ക്യാമറ ഇറങ്ങി കുരുന്ന് ഉറക്കാനിച്ചില്ല. അതായി രാവിലെ മരക്കം വയ്ക്കാൻ വന്നു. ഇരുമ്പടങ്ങില്ല. കറി കഴിച്ച് മുറിക്കുക. ഇപ്പൊക്കെ സൂപ്പർ ക്ലിയർ ആയിരിക്കണം. എന്നിട്ട് നേര് മുഴുവൻ തന്നെ ഇവിടെ നിന്ന് രണ്ടാമത് തന്നെ നേരെ എടുക്കണമെന്ന് കാണാം. എന്നിട്ട് ഇങ്ങനെ ചെറുതായിട്ട് പോറി അതിൻ്റെ കറ വരണണ്ട. ബ്ലേഡുണ്ടെങ്കിൽ നല്ല രസമാണ്. ഇങ്ങനെ റൗണ്ട് താക്കി ഇന്ന് 2-3 എടുക്കാമെന്നാണ് പറയണത്. നമുക്ക് ഇതെടുത്ത് നോക്കാം. ഇപ്പം തന്നെ കിഴങ്ങ് വന്ന് നമുക്ക് 2 ദിവസം കൂടെ അധികം എടുക്കാമല്ലോ. നോക്കാം. പോകൂല കിഴങ്ങ്. ഇങ്ങനെ റൗണ്ടാണ് പറയുന്നത്. ഇങ്ങനെ റൗണ്ട് എടുത്താൽ മതി. 6 എടുക്കാം കേട്ടോ. ഒരു 6 നമുക്ക് എടുക്കാം. 6 കിഴങ്ങിൻ്റെ മൂടാണ് വേണ്ടത്. ഓക്കെ.
നല്ലതുപോലെ ചെയ്യാം. എന്താണ് കാരണം നോക്കാലോ. കിഴങ്ങ് പിടിക്കുമെന്നറിയാം. ഇത് ഇങ്ങനെ വരണമെങ്കിൽ ഇവിടെ നല്ലതാണ്. നമുക്ക് 2 ദിവസം 3 ദിവസമൊക്കെ ബാക്കി കഞ്ഞി ചെയ്യട്ടെ. ബാക്കി ഞാൻ ചെയ്തിട്ട് വെറിഞ്ഞാഴ്ത്തി അത് ഇങ്ങനെ പിടിക്കാം. ഇരിക്കട്ടെ. നല്ലൊരു വീഡിയോ ആയിരുന്നു. കണ്ടത് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വർഷം തെങ്ങടപ്പം നടണം. ഇത് പെട്ടെന്ന് പോകില്ല. വീഡിയോ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ചെയ്ത് നോക്കിയത്. അപ്പോൾ കിഴങ്ങ് തൈ വയ്ക്കാം. ചെരുപ്പൊക്കെ ഇത് മാറ്റണം കേട്ടോ. ചെരുപ്പ് വേണ്ട. തൈ എടുത്തിട്ട് ദൈവമേ ഉണ്ട്. ദൈവം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. ദൈവമേ നിറഞ്ഞിട്ട് കുറച്ച് മണ്ണ് മാറ്റണം. എന്നിട്ട് ഇത് കണ്ട ഇങ്ങനെ ചരിച്ചു വന്നു കേട്ടോ. ചരിച്ചിട്ട് ഇത് ഞാൻ വയ്ക്കും. അമ്മച്ചി വന്ന് ഇത് ഊരി കളയും. എന്നിട്ട് വേറെ തൈ അമ്മ വയ്ക്കും. ഞാൻ വെച്ചിട്ട് പോയി അമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല. അമ്മ ഇപ്പോൾ വരും. എന്നിട്ട് വേറെ തൈ വയ്ക്കും. ഇത് വെള്ളം ഒഴിക്കാം. രണ്ടാമത് ഒരു കാര്യം ചെയ്യപ്പോഴും നല്ല കാര്യം ചെയ്താലും നമ്മൾ ദൈവത്തെ വിളിച്ച് ചെയ്യണം. തേക്കണം. ഇതൊക്കെ അങ്ങ് മറയണം. പിന്നെ മണ്ണ് വരും. തൈന്ന് ഇങ്ങനെയൊക്കെ എനിക്ക് അറിയാവും. നല്ല ദൂരം മറക്കുമ്പോൾ ഇത് വെക്കുന്ന പടം വെക്കുന്നതൊക്കെ അറിയാം. തെങ്ങിനൊക്കെ അറിയാവും. നോക്കിയാലും പിടിക്കും. പറ്റുന്നു. ആക്കി വയ്ക്കട്ടെ. വയ്ക്കണം. മതി. ഞാൻ വെച്ചാൽ മതി.
നമുക്ക് ഇവന്മാർക്ക് അല്പം വെള്ളം കൊടുക്കാം. മണ്ണ് ചവിട്ടിക്കൊണ്ടേ നമ്മൾ ഒന്നും ചെയ്യാം. കാലം കണ്ട മണ്ണ് ചവിട്ടണം. കുറച്ച് തൽക്കാലത്തേക്ക് ഒരു ആശ്വാസത്തിന് മണ്ണായിട്ടൊന്ന് പൊരുത്തപ്പെടട്ടെ. വീഡിയോ എടുക്കുന്നുണ്ടാണ് ഇങ്ങനെ വിൽക്കാൻ പറ്റുന്നുണ്ട്. ഈ മണ്ണായിട്ടൊന്ന് പൊരുത്തപ്പെടട്ടെ. ചെയ്യണം. ഇതെടുത്ത് മാറില്ല. അടിയിൽ മേലെ ഉണങ്ങിയാണെങ്കിൽ അടിയിൽ നല്ല നനവാണ്. നല്ല അങ്ങനെ ഉണ്ട്. കട്ടിയാണ്, ഞാൻ ഭയങ്കര കട്ടിയാണ്. പക്ഷേ അടിയിൽ നോക്കുമ്പോൾ പിന്നെ നമ്മൾ പറയുന്ന ഓരൊക്കെ വെക്കും എന്ന്. ഞാൻ അടുത്ത മൂട് വയ്ക്കട്ടെ. ടാറ്റ. നമ്മളെ ഇത് ജനകരണം കണ്ട അച്ഛൻ നടപ്പം ഈ പരിസരത്ത് ഞാൻ വരില്ല. കിഴങ്ങ് വേവിച്ചൊക്കെ പോയി അറിയും. അങ്ങനെയായിരുന്നു. ഇപ്പം ഞാൻ വെച്ച് തുടങ്ങി. നിങ്ങൾക്ക് പെരടുണ്ടെങ്കിൽ ഒരു സെൻറ്റെങ്കിൽ ഒരു സെൻറ്റ് ഉണ്ടെങ്കിലും വിൽക്കണം. ഒരു പ്രാവശ്യം വെച്ചാൽ മതി. പിന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിലോട്ട് പോകും. പിന്നെ ഒരു കർഷകനായി നമ്മൾ മാറും. പിന്നെ നമുക്ക് വെക്കാനേ തോന്നുള്ളൂ. ഒരു വട്ടം നമ്മൾ വെക്കണം. ഒരു മൂടെങ്കിലും വെച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു കർഷകനായി മാറും. ഇപ്പം കണ്ട 3-4 വർഷമായി ഞാൻ തുടങ്ങിയിട്ട്. ആ നരക്കം പിടുത്തുന്ന അടുത്ത് നമുക്ക് അവിടെ വെക്കണമെന്നേ തോന്നുള്ളൂ. അങ്ങനെയാണ്. പിന്നെ ഓട്ടോമാറ്റിക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ ജോലിക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോകണം. അതേ കണക്ക് തന്നെ ഇതും അതേ കണക്ക് ഇങ്ങനെ നടക്കും. നിങ്ങളും 1 സെൻറ്റ് പെരാനുണ്ടെങ്കിലും 1 സെൻറ്റ് പെരാനുണ്ടെങ്കിലും ഇതേ കണക്ക് നല്ല നടക്കുമ്പോഴത്തേക്ക് കിട്ടുമെങ്കിൽ നടണം. നട്ടാൽ നമുക്ക് നല്ല രീതിക്ക് വിളവെടുത്ത് തിന്നാം. എല്ലാ കൂട്ടുകാർക്കും ഇനി അത് പാകമാവട്ടെ കേട്ടോ. ഇനിയും തോനെ വയ്ക്കാറുണ്ട്. ടാറ്റ.